ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് സിറ്റിയിലോട്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നമുക്ക് ചീപ്പായിട്ട് മേടിക്കുന്ന ഒരു ഷോപ്പൊക്കെ ഉണ്ട് ഈ ജർമ്മനിയിലൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അതിൻ്റെ പേര് ടെഡി എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ പോവാം. കാണാം. ഇതാണ് ടെഡി. ടെഡിയിലൊക്കെ കയറാൻ നമുക്ക്. ഗ്ലൗസ് ഇതൊക്കെ ഇവിടുത്തെ വിൻ്റർ ഐറ്റംസ് ഒക്കെയാണ്. പക്ഷെ ഇത് ഭയങ്കര ചീപ്പാട്ടോ അതൊക്കെ. €2. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് അത്ര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഇത് €2.5 €1 കുട്ടികളുടെ. ഇതെന്താ തലയിൽ വെക്കണോ? ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെവിക്ക് തണുപ്പടിക്കാതെ പിടിക്കാനൊക്കെ നല്ലതാണ്. ശരിക്കും ഇതാണ് ടെഡിയുടെ ഉള്ളിൽ. ഇതിവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, എല്ലാം ചീപ്പാണ്. ഡെക്കറേഷൻ ഐറ്റംസ്, അങ്ങനെ കുറേ A to Z സാധനങ്ങളോട് കിട്ടും. എത്ര? €40 ഒരു പാവ എടുത്ത്. €40 ഒരു പാവയാണ് കാണുന്നത്. യൂണിക്കോൺ. അതെ, കൊള്ളാം. ഇതുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പൈസ റെഡ്യൂസ് ആയിട്ട് ഇട്ടേക്കുന്ന, ഓഫറിന് ഇട്ടേക്കുന്നത്. ഭയങ്കര പൈസ കുറവ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓരോ ക്രിസ്മസിൻ്റെയും ഹാലോവിൻ്റെയും ഒക്കെ സാധനങ്ങളാണ്. പക്ഷേ അല്ലാണ്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് തപ്പേണ്ടി വരും. തപ്പി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടുക. €1. തപ്പിയാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇതപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. ഇതൊക്കെ എന്താണോ ഗണ്ണ് മേടിച്ചാലോ? €10 മേടിച്ചാലേ ആർക്ക് കൊടുക്കാൻ? പിള്ളേരില്ലേ, ഇതുകൊണ്ട് നിങ്ങൾ വീടൊക്കെ മാറി പുതിയ വീട്ടിലോട്ടൊക്കെ തന്നെ സാധനങ്ങളൊക്കെ വീട്ടിലെ കിച്ചണിലേക്ക് വേണമെങ്കിൽ ആദ്യം ഇവിടെ വരണം മേടിക്കാൻ. ഇവിടെ ചീപ്പായിട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല കിച്ചൺ യൂട്ടിലിറ്റീൻസ് എല്ലാം കിട്ടും. അതെ, നല്ല നല്ല സാധനമാണ്. ഞാനിത് ഇവിടുന്ന് മേടിച്ചായിരുന്നു. ഒരു ചെറിയ പൈസയ്ക്ക് €3 €4. പക്ഷേ അങ്ങനെ കേടൊന്നുമില്ല. നല്ല നല്ല സാധനം. ഇതിൻ്റെ അതൊന്നും ഇളക്കി പോത്തൊന്നുമില്ല. എനിക്കത് നല്ലതാണ്. വലിയ പാത്രമൊക്കെ ഉണ്ട്. മറ്റേ അരി ബിരിയാണിക്ക് വെക്കാൻ അടിപൊളിയായിരിക്കും. ഇതിൽ €20. അതെ, ഉണ്ടാവും €20. എനിക്ക് ഇവിടെ നിന്നുണ്ടല്ലോ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഡെക്കോർ ഐറ്റംസ് ആണ്. എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ എനിക്കൊന്ന് കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കില്ലേ, അങ്ങനത്തെ ഇതൊക്കെ എണ്ണയൊക്കെ വെച്ചേക്കാം. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ €5 ഒക്കെ ഉള്ളൂ. വലിയ പൈസ ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. എനിക്ക് ഇവിടുത്തെ ഇന്ന കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നല്ലതായിരുന്നു. കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ഐറ്റംസുകളൊക്കെ. ഗ്ലാസ്. ഇതൊക്കെ നമുക്ക് ഫുഡുകളൊക്കെ എടുത്ത് വയ്ക്കാനും ഫ്രിഡ്ജിനകത്തൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന നല്ല സാധനം. ഇതിനൊക്കെ നിസ്സാര പൈസ ഉണ്ട്. ഇത് €4. ഇതിനകത്ത് 4 കിട്ടും. അതെ, കോംബോ ഓഫറുകൾ പോലെ ഉണ്ടാവും ഇവിടെ. ഫുള്ള് അങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളോ. പ്ലാസ്റ്റിക് ഉണ്ട്, ചില്ലുണ്ട്. പക്ഷെ എല്ലാം നല്ലതാണ്. വെള്ളം കുടിക്കാനുള്ള കണ്ടെയ്നർ. പിന്നെ ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര പൈസ കുറച്ചിട്ടിട്ടുണ്ട് ഇവിടെ. ക്രയോൺസ്, സ്കെച്ച് പെന്ന്, സിസേഴ്സ്, പശ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇത് കണ്ടു ചേട്ടാ, പൊട്ടാറ്റോ ഉണ്ട്. ട്രയാങ്കുലർ ഇതൊക്കെ ട്രയാങ്കുലർ. ഒന്നെടുത്ത 2 ഫ്രീ. ഒരു വെടിക്ക് 2 പക്ഷേ. ഇങ്ങനത്തെ ചെറിയ ചെറിയ
ടോയ്സുകളൊക്കെ ഇവിടെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ കണ്ടാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് വലിയ പൈസയും ഇല്ല, 8 യൂറോ ഉള്ളൂ 4 എണ്ണത്തിന്. കൊള്ളാം. ഹോട്ട് വീൽസിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നല്ല ഹോട്ട് വീൽസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. നിസ്സാര പൈസയേ ഉള്ളൂ, 1 യൂറോ ഒക്കെ ഉണ്ടാവുള്ളൂ. എവിടെ പ്രൈസ് കാണുന്നില്ല, പ്രൈസ് ഇട്ടിട്ടില്ലേ ഇതിൽ പ്രൈസ് ഇട്ടിട്ടില്ല. പ്രൈസ് ഇടാന്ന് വെച്ചേക്കാണോ? അതെ, 1.5 യൂറോ ഒരു സ്റ്റുക്ക്, ഓരോ ഇതിന്, ഒരെണ്ണത്തിന് 1.5 യൂറോ. അവിടെ ബംബിൾ ബീനെ കിട്ടുമോ? അവിടെ ആരാ ബംബിൾ ബീ കാർ? എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ട് കേസ്, ഇത് ഞാൻ എടുക്കാന്ന് വിചാരിച്ച്. കൊള്ളത്, ഇതും കൊള്ളാം കൈസ്. അപ്പം ഇത് രണ്ടും എടുക്കാന്ന് വിചാരിച്ചു. ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ഇവിടെ എല്ലാം ഉണ്ട്, പെൻസിൽ, മാർക്കർ, ഇതിൻ്റെയൊക്കെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. പിന്നെ ബോക്സ്, ഇതെന്താ ആക്രിലിക് കളറാ, എന്ത് സാധനം എന്താണെന്നറിയില്ല ഗൈസ്. ഫയലുകൾ, ബുക്കുകൾ, അങ്ങനെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ടെഡിയിൽ കണ്ടില്ലേ, കളർ ബുക്കുകൾ എല്ലാം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. വീണ്ടും ടോയ് സെക്ഷൻ. പിന്നെയും വാഷിംഗ് മെഷീൻ വേണം നിനക്ക്? നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കില്ല ഇതിൻ്റെ ഫങ്ഷൻ? ടോയാന്ന് പൊളിഞ്ഞു. എത്ര 8 യൂറോയാ? 10 യൂറോ. അതിന് ആവശ്യം നമുക്കില്ല, പക്ഷെ ക്യൂട്ടാണ്. ഇത് ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടോ ഇത് ഇലക്ട്രിക്കലായിട്ട് വർക്കാവുമെന്ന് തോന്നുന്നു. കൊള്ളാം. പിന്നെ ബർത്ത്ഡേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ടിഷ്യൂ പേപ്പർ, പ്ലേറ്റിൽ 1 ടൈം യൂസബിൾ, അതായത് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഉള്ള പ്ലേറ്റുകൾ ഇവിടെ ഉണ്ട്. ഗ്ലാസ്സുകൾ എല്ലാം ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, 1 യൂറോ 2 യൂറോ ഒക്കെ ഉള്ളൂ. ബർത്ത്ഡേ ഐറ്റംസുകളാണ് കാണുന്നത്. ബലൂണുകൾ, ക്യാൻഡില്, 1 യൂറോ 2 യൂറോ ഒക്കെ ഉള്ളൂ. എംബ്രോയ്ഡറി വർക്കുകൾ, അങ്ങനെയുള്ള ഡിസൈൻ, അത് DIY വർക്കുകൾ, ക്രാഫ്റ്റുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൽ മുത്തുകൾ എല്ലാം ഉണ്ട് ഇവിടെ. വമ്പിച്ച കളക്ഷനാണ്. അടുത്തത് ഇതെന്തു സാധനം? ഇത് മുത്ത് പോലെ ഇരിപ്പുണ്ട്. 1.55 ഒരു ഫുൾ പാക്കറ്റ്. നീ ഈ നൂല് വെച്ച് ഫുൾ ഓവർ തിന്നും? അതെ, എനിക്ക് ആഗ്രഹമുണ്ട്. കാണാം, നീ തിന്നും. ഈ നൂല് വെച്ച് ഇവിടെ തുന്നും എന്നാ പറയുന്നത്. ഇന്നേ വരെ ഒരു കർച്ചീഫ് പോലും തുന്നി കണ്ടിട്ടില്ല, ഒരു പൂ പോലും അതില്. ഇത് വെച്ച് ഇനി എന്താ കാക്കേനെ? എനിക്കറിയില്ല കൈസ്, ഇവള് എന്തൊക്കെയാ പറയണ്ട്. ബില്ലടിക്കാപ്പോ ഞങ്ങൾ ഇത്ര സാധനം മേടിച്ചുള്ളൂ അല്ലേ? 2 ഹോട്ട് വീൽസും. അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് 2 ഹോട്ട് വീൽസും പിന്നെന്താ മേടിച്ചത് നമ്മള്? ചെവിയിൽ തണുപ്പടിക്കാൻ അത് മാത്രമേ മേടിച്ചുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത കടയിലേക്ക് പോകണേണ്. അതെ, അടുത്ത ചെറിയൊരു പർച്ചേസ്. അപ്പൊ ഇനി നമ്മള് മ്യുള്ളർ എന്ന് പറഞ്ഞൊരു കടയിലേക്കാണ് പോകുന്നത്. ഇവിടെ അപ്പുറത്ത് തന്നെ ഉള്ളതാണ്, ഞങ്ങളുടെ സിറ്റിയുടെ അടുത്ത് തന്നെ ഉള്ളതാണ്, സിറ്റി സെന്ററിൽ തന്നെ ഉള്ളതാണ് അല്ലേ? അതെ, സിറ്റി തന്നെ ഉള്ളതാണ്. അതെ, എൻ്റെ ഫേവറേറ്റ് പ്ലേസും കൂടിയാണ് അവിടെ. അവിടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ട് എൻ്റെ. ഇവളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ട് അവിടെ. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ കാണാനല്ല, അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ കൂടിയിട്ട്. പർച്ചേസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം, അവിടെ ചെന്നിട്ട് കാണാം. ഇന്നൊരു മൺഡേ ആണ്, അതുകൊണ്ട് തന്നെ വൈകിട്ടായതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. വോഹനൻ്റെ വീക്കെൻഡ് ആണെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരായിരിക്കും. ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ നിറച്ച് ആൾക്കാരായിരിക്കും. വിൻ്റർ ആയതുകൊണ്ട് തന്നെ അല്ല, എല്ലാവരും ഹോട്ടലിനകത്തായിരിക്കും, അല്ലെങ്കിൽ പുറത്തിരുന്ന് ഫുൾ വൈബാണ് ഇവിടുത്തെ ആൾക്കാർ. ഇത് മഞ്ഞൊക്കെ വീണ് മൊത്തം ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
സ്നോ കട്ട് ചെയ്തൊക്കെ ഇന്നിപ്പോൾ ഇത്തിരി ടെമ്പറേച്ചർ കൂടി 1 ഡിഗ്രി ഉണ്ട് നമ്മളെ 2 ഡിഗ്രി. അതുകൊണ്ട് മൈനസിൽ ഇന്ന് 2 ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് ഇതെന്ത് കടയാണോ? സപ്പോറി ഡി ഇറ്റാലിയ. ഉള്ളിലെന്തോ ഇറ്റാലിയൻ ഷോപ്പാണ്. എൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. ഡിസ്പ്ലേകളൊക്കെ ഉണ്ടാവും ഇവിടെ. അത് ലെഫേഴ്സാണ്. എന്താണ് ഒരു കൊച്ചും ഒരു താറാവും നടന്നോളാം ലൈറ്റ്. ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു കുതിരേനെ കാണിച്ചറിയാം. ഇപ്പം നിങ്ങൾക്കറിയോ കുതിര എവിടെയാണ്? എവിടെ ഗൈസ്? ഒരു കുതിര ഫോർ സെയിൽ. അതെ. ഇപ്പം ഇത് ലപ്പാൻ എന്ന് പറയും ഈ സ്ഥലം. ഇന്നിവിടെ വളരെ ശാന്തമാണല്ല. മൺഡേ ആയതുകൊണ്ടാണ്. വീക്കെൻഡിൻ്റെ ഒരു വീഡിയോ ഒരു ദിവസം എടുത്ത് കാണിച്ചു തരാമെന്നാ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ല, ഇതൊക്കെ കാലിയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ല. സമ്മറൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുൾ വൈബാണ്, പാർട്ടി വൈബായിരിക്കും. നടന്ന് ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് മ്യുള്ളർ.